എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഞാൻ തന്നെയല്ലേ നിന്നോട് പറയുന്നത്, ധൈര്യമായിട്ട് പോയിക്കോ. ശരി. ഇതെന്താ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം? ഇനി ആരെങ്കിലും പൈപ്പ് തുറന്നിട്ടോ? നോക്കാം. കണ്ണീരിൽ മാഞ്ഞാലും ഉൾക്കണ്ണിൽ നീ അല്ലാതാരോ.
തല തോർത്ത്. മഹേട്ടാ, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. നീ അങ്ങനെ ഇപ്പൊ പുറത്തു പോവണ്ട ഗംഗി. നീയും മഹിയേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. അതിനുവേണ്ടി എന്റെ മോൾ അവളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മാറ്. ശരിയാണല്ലോ. ഇതെന്താ പറ്റിയത്? പുറത്തുനിന്ന് വാതിലാരെങ്കിലും പൂട്ടിയതാണോ? എന്റെ മാളുവിനെ സഹായിക്കാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നീ മഹിയേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. മഹിയേട്ടന്റെ അമ്മ ചെയ്ത ചതിയിൽപ്പെട്ടാണ് നിന്റെ മനസ്സ് കലങ്ങിപ്പോയത്. അത് മാറണം ഗംഗെ. നിന്റെ മനസ്സ് തെളിയണം. മഹിയേട്ടന്റെ സാമീപ്യത്തിൽ നിനക്ക് മാറ്റം വരും. മാറ്റം വരണം. എന്റെ മഹിയേട്ടൻ മറ്റൊരാളുടേതാവുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല. എങ്കിലും ഗംഗയുടെ അരികിൽ എന്റെ മാളുവിന്റെയും മഹിയേട്ടന്റെയും ജീവിതം ഭദ്രമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ നിനക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നത്. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചതികളിൽ നിന്ന് കരകയറി നിനക്ക് ലഭിച്ച ഈ നല്ല ജീവിതം ജീവിക്കുക ഗംഗേ. എന്നും നിന്റെ നന്മകൾക്ക് കാവലായി ഞാനുണ്ടാവും. ഇതെന്താ ഡോറ് തുറക്കാൻ പറ്റാത്ത? അറിയില്ല. സാരമില്ല. ഇപ്പോ നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് കുറച്ച് സമയം കിട്ടിയില്ലേ? ഞാൻ മഹേട്ടൻ വന്നില്ല എന്ന് കരുതി മുറി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ. സത്യം പറ. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നീ വന്നത്? അല്ല, മഹേട്ടൻ
ഞാൻ അറിഞ്ഞില്ല. വേണ്ട, നീ വെറുതെ നുണ പറയണ്ട. അല്ല മഹേട്ടാ, മഹേട്ടാ വേണ്ട മഹേട്ടാ, മാറി നിൽക്ക്, മാറി. ഇപ്പൊ പറ, എന്താ നിനക്ക് എന്നോടൊരു അകൽച്ച? അത് എന്താന്ന് പറ. എന്നോട് ദേഷ്യമാണോ നിനക്ക്? നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കുവോ? എങ്ങേ ഞാൻ മുത്തശ്ശിയായിട്ട് വഴക്കിട്ടായിട്ട് ദേഷ്യമാണോ നിനക്കെപ്പോഴും? അതെ. അതൊക്കെ എന്തിനാ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? നീ ഇപ്പോഴും എന്നോട് പിണങ്ങുന്ന എന്തിനാ ഗംഗേ? ഗംഗയോ? അവിടെ മുറിക്കാത്തുണ്ടോ? മഹേട്ടൻ മുത്തശ്ശിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഗംഗേ, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറ്റിപ്പോയി. അത് നീ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുക? ഗംഗ, അവള് മഹേട്ടിന്റെ മുറിയിൽ ഈ സമയത്ത് എന്തിനു വന്നു? മഹേട്ടാ, ഗംഗേ, വാതിൽ തുറക്ക. ഗംഗ, ഞാൻ നിന്റെ സൗണ്ട് കേട്ടതാ. വാതിൽ തുറക്കാൻ നിങ്ങളല്ലേ പറഞ്ഞ്? വാതിൽ തുറക്ക ഗംഗേ, തുറക്ക. വാതിൽ തുറക്ക ഗംഗേ. ഗംഗേ, വാതിൽ തുറക്ക. ഗംഗേ. എന്താ ശ്രേയ? ഞാൻ ഈ റൂമിലെ ഗംഗയുടെ സൗണ്ട് കേട്ടു. അവളീ മുറിക്കാത്തോണ്ട്. നീ എന്തിനാ ഗംഗ ഇതിനകത്ത് കയറിയത്? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? മഹീൻ ഗംഗ ഒരു മുറിയില്. ശ്രേയ ഇത് കണ്ടുപിടിച്ചു. നിനക്ക് നാണമില്ലേ ശ്രേയെ? അവര് ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലാതെ പിന്നെ എവിടെയാ കഴിയേണ്ടത്? ഛേ, നീ എന്തിനാ ഇതൊക്കെ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്നത്? ഛേ, എന്തൊരു നാണം കെട്ട കാര്യാ. മഹേട്ടനും ഗംഗയെ ഒരുമിച്ചാണോ കുളിച്ചത്? അല്ല, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? വളരെ നല്ല കാര്യം.
ഗംഗ പെട്ടെന്ന് വന്നിട്ട് പോയപ്പോ ഈ മുറി കുറ്റിയിട്ട് അല്ല എന്താ എല്ലാവരും വന്നത്? മഹേട്ടൻ എന്തിനാ ഇത്ര ചമ്മുന്നേ? അതിന് ഞാൻ ചമ്മിയില്ലല്ലോ. മോളെ നീങ്ങി വന്നേ. നാത്തൂനെ ഇവർക്കൊക്കെ എന്താ മഹേട്ടാ? എനിക്കറിയില്ല. അവർക്കേ ദേഷ്യ. ഗംഗയും മഹേട്ടനെ ഒന്നിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അസൂയ, വെറും അസൂയ. എന്നാലും നാത്തൂൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഗംഗ അതിനൊരു വില തന്നില്ലല്ലോ നാത്തൂനെ. അവളുടെ തോന്നിവാസത്തിന് ഓരോന്നൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അവരവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ലല്ലോ. അവരവിടെ എന്തെടുക്കായിരുന്നു എന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാതായി പോയി. അല്ലെങ്കിൽ ഞാൻ അവളെ ശരിയാക്കിയേനെ. നാത്തൂൻ അവളെ എന്തൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിച്ചാലും അവള് മഹിയുടെ അടുത്തേക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പോകുന്ന കണ്ടോ? മഹേട്ടിന് ആപത്ത് വരുമെന്ന് അറിഞ്ഞിട്ടും അവള് മഹേട്ടിന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവൾക്ക് മഹിയല്ല വലുത്. അവൾക്ക് ഇവിടെ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് തന്നെയാ. അവളിപ്പോ നിയമപരമായി മഹിയുടെ ഭാര്യ. ഈ കൈലാസ് വീട്ടിലെ സ്വത്തുക്കളിൽ അവൾക്ക് അവകാശമുണ്ട്. സത്യം പറഞ്ഞ അവൾക്കുള്ള അവകാശം പോലും ആന്റിക്ക് ഈ വീട്ടിലില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ മഹി ഗംഗയ്ക്കൊപ്പം നിന്ന ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങേണ്ടി വരുന്നത് നാത്തൂനായിരിക്കും. അതിനുള്ള കളികളാണോ ഗംഗ കളിക്കുന്നതെന്ന് ആർക്കറിയാം? അല്ല, മഹി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. അതങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ലമ്മേ. വിവാഹം നിശ്ചയിച്ച് എന്റെ കയ്യിൽ മോതിരം അണിച്ച ആളെ കൊണ്ട് അവൾക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സാധിച്ചില്ലേ? ഒരാണിന്റെ മനസ്സ് അത്രയൊക്കെ മാറ്റിയെടുക്കാൻ അവൾക്ക് കഴിയുമെങ്കിൽ മഹിയേട്ടിനെ കൊണ്ട് ആന്റിക്ക് എതിരെ തിരിക്കാൻ അവൾക്ക് അധികം സമയം വേണോ? അങ്ങനെ ആലോചിച്ചാ നീ പറയുന്നത് ശരിയാ. ഇപ്പൊ തന്നെ ഗംഗ മഹിയോട് അടുക്കാതിരിക്കാനുള്ള കാരണം ഗംഗ തുറന്നു പറഞ്ഞാൽ തന്നെ മതി. മഹി നാത്തൂനെ അപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടും. അതെ, മഹിയേട്ടന് ആ കാരണം അറിഞ്ഞ അപ്പൊ തന്നെ അവരുടെ രണ്ടുപേരുടെയും ജാതകങ്ങൾ കൊണ്ടുപോയി 3 or 4 നല്ല ജ്യോത്സ്യന്മാരെ കാണിക്കും. അതോടെ ആന്റി പറഞ്ഞത് നുണയാണെന്നും ആ ജ്യോത്സ്യനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്നും ഉറപ്പാവും. പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവര് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇല്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗംഗ ഈ കാര്യം മഹിയോടോ മാളുവിനോടോ പറയാൻ പോകുന്നില്ല. അതെനിക്കുറപ്പാ. നിങ്ങൾ കരുതുന്ന പോലെയല്ല ഗംഗയുടെ മനസ്സ്. അതെന്താണെന്ന് എനിക്കറിയാം. അതറിഞ്ഞു തന്നെയാ ഞാൻ കളിച്ചിരിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള ബുദ്ധിയും കുതന്ത്രമൊന്നും ഗംഗയ്ക്കില്ല. ഇന്ന് സംഭവിച്ചതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. ഒന്നുകിൽ അത് ഗൗരിയുടെ പണിയാവും, അല്ലെങ്കിൽ മാളുവിന്റെ കുസൃതിയാവും. രണ്ടും അല്ലെങ്കിൽ അത് മഹി തന്നെ ചെയ്തതാവും. മഹിയുടെ കണ്ണിൽ ഗംഗ ഇന്ന് അവന്റെ ഭാര്യയാണ്. അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൻ ഗംഗയെ വിവാഹം കഴിച്ചത്. ഗംഗയെ അകന്നു നിൽക്കുന്നത് അവനോടുള്ള ദേഷ്യം കൊണ്ടാവുന്ന അവനിപ്പോ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഗംഗയുടെ ദേഷ്യം മാറ്റാൻ
മഹിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മഹി ശ്രമിച്ചാ അതിൽ എത്ര നാള് ഗംഗയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? നമ്മുടെ ലോക നിയന്ത്രണവും എല്ലാം വെറുതെ ആവാൻ സാധ്യതയുണ്ട്. ഗംഗയ്ക്ക് മഹിയേട്ടനെ ഇഷ്ടമുള്ളത് കൊണ്ട് മഹിയേട്ടനെ അടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ തടയാൻ ഗംഗയ്ക്ക് സാധിക്കില്ല. അതെ, അതുകൊണ്ട് ഇനി അവര് തമ്മിൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതെ നോക്കണം. അത്തരം സാഹചര്യങ്ങൾ വരുന്നു കണ്ട നമ്മളത് തടയണം. നമ്മള് ശ്രദ്ധയോടെ നിരീക്ഷിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഒരിക്കലും ഇന്ന് സംഭവിച്ചതുപോലൊരു പിഴവ് ഇനി ഉണ്ടാവരുത്. ആന്റി പറയുന്ന പോലെ 24 മണിക്കൂറും നമുക്ക് അവർക്ക് കാവലിരിക്കാൻ പറ്റുമോ? അവര് നമ്മുടെ കണ്ണ് വെട്ടിക്കും. ഒരു പെണ്ണൊരു കാര്യം തീരുമാനിച്ച അവളെ തടയാൻ ആർക്കും കഴിയില്ല. അത് ശരിയാ. പെണ്ണൊരും പട്ട ബ്രഹ്മനും തടയാനാവില്ല എന്നല്ലേ? ഗംഗ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. അവള് പഠിച്ച കള്ളിയാ. അവളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്കാർക്കും ഒരു ജീവിതം ഉണ്ടാവില്ല.